ശ്രീമതി സജിത മഠത്തിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സജിത മഠത്തിൽ ലൈംഗിക ആരോപണ ഉയർന്നതിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ മാതൃകാപരമായിട്ടുള്ള രാജ്യം തന്നെയാണത്. കാരണം അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ആരോപണം വരുന്ന സമയത്ത് വീണ്ടും ആ പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അമ്മയിലെ മറ്റംഗങ്ങളും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഇതൊരു വലിയൊരു സ്റ്റെപ്പാണ് യഥാർത്ഥത്തില്. സ്വമേധയാ ഉള്ള രാജി എന്ന് പറയുമ്പോൾ പോലും അമ്മയ്ക്കുള്ളിൽ ഭിന്നത അല്ലെങ്കിൽ ഭിന്നത എന്നുള്ളതല്ല, അതിനപ്പുറത്തായിട്ട് സെൻസിബിൾ ആയില്ല. ഇപ്പൊ ജഗദീഷ് സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ അദ്ദേഹം എത്ര സെൻസിബിൾ ആയിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. അത്രയും സെൻസിബിൾ ആയിട്ടുള്ള കുറെ മനുഷ്യര് ഉള്ളത് കൊണ്ട് അത്ര പഴയതുപോലെ അത്ര എളുപ്പമല്ല ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനെന്ന് അദ്ദേഹത്തിന് സിദ്ദിഖിന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് രാജിവെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയോ മുന്നേ തന്നെ ഈ ഡിസ്കഷൻസ് ഒക്കെ അദ്ദേഹം കേട്ടിട്ടുള്ളതാണല്ലോ. തീർച്ചയായും അങ്ങനെ ഒരു മാറ്റത്തിന്റെ തുടക്കമായി നിങ്ങൾ ഈ സാഹചര്യത്തെ കാണുന്നുണ്ടോ മലയാള സിനിമയിൽ? ഈ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ്. കാരണം അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. നമ്മളത് മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനും നമ്മളുടെ തൊഴിലും ക്ലീനപ്പ് ചെയ്യുന്നതിനും കാരണമാവുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോ നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതിനു ശേഷം ആ നടനെ ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള ആവശ്യം ഉയർന്നപ്പോൾ അതിനൊക്കെ എത്ര സമയമെടുത്തു എന്നറിയാം. ഇതിപ്പോൾ അങ്ങനെയുള്ള മുറവിളി, രാജിക്കായുള്ള മുറവിളി ഉയരും മുൻപ് തന്നെ സ്വമേധയാ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ നടനെ അന്ന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്ത വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് നടൻ സിദ്ദിഖ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ അതൊരു മാറ്റത്തിന്റെ സൂചനയായി തന്നെ നിങ്ങൾ കാണുന്നു? തീർച്ചയായിട്ടും. ഇതിപ്പോൾ അങ്ങനെ ഒരു മാറ്റം അമ്മ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നു. അതിനപ്പുറം നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കണം എന്ന ആഗ്രഹമില്ലേ? അതിനുള്ള ആർജവം സർക്കാർ കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലേ? ഇതിൽ നമുക്ക് സർക്കാരിനോട് തന്നെയാണ് പറയാനുള്ളത്. കാരണം ആ പെൺകുട്ടിയുടെ തലയിൽ ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് വെക്കാൻ പാടില്ല. കാരണം അവൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് ഇത്രയും പറയുക തന്നെ ചെയ്യുന്നത്. വീണ്ടും അവൾ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട്. അത് അവളിൽ ഉണ്ടാക്കുന്ന ട്രോമ ചില്ലറയല്ല. അപ്പൊ അതുകൊണ്ട് അത് ഗവൺമെന്റിന് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാവും. അതിൽ കാര്യമായിട്ട് ഇടപെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ അവള് ഇനിയും പരാതിയായിട്ട് വരണം എന്ന് പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി എന്ന് സിദ്ദിഖ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. സ്വമേധയാ ഉള്ള രാജിയാണ്. അമ്മ സംഘടനയിൽ അത്തരമൊരു മാറ്റം ഉണ്ടാകുമ്പോൾ പോലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സമാനമായ നിലയിൽ ആരോപണമുയർന്ന രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിട്ടില്ല എന്നതിനെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും ഗവൺമെന്റിന് അത് കാണാതിരിക്കാൻ വേണ്ടി ആ ലൈംഗിക ആരോപണത്തിനെ കാണാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെന്റ് അതില് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവുമെന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥകൾ നമ്മൾ എണ്ണി പറയേണ്ടി വരുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ മന്ത്രി ആദ്യം പ്രതികരിക്കുമ്പോൾ പോലും ഈ ആരോപണ വിധേയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ അത് മാറ്റി പറയേണ്ടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. സർക്കാരിന്റെ ആക്ഷൻ വൈകുന്നു എന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, വൈകുന്നു എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല. കാരണം വെച്ചാൽ ഇന്നലെയാണ് ഈ വാർത്തകൾ വരുന്നത്. ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് വാർത്തകൾ 2 ദിവസമായിട്ടേ ഉള്ളൂ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നത്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തീരുമാനം എടുക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അതിലൊരു ഗവൺമെന്റ് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും എന്ന് തന്നെയാണ് വിചാരിക്കണം. ശരി, എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. സിനിമയിലെ മാറ്റത്തിന്റെ തുടക്കമായി തന്നെ കാണുന്നു. സ്വാഗതാർഹമായ ഒരു നടപടിയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ നീണ്ടത് എന്ന അഭിപ്രായം കൂടിയാണ് അവർ പങ്കുവച്ചത്. വളരെ നന്ദി സജിത മഠത്തിൽ ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും അമ്മ
ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചതോടുകൂടി തന്നെ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഉടൻ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര യോഗം ചേർന്ന് ഇനി ആരാണ് അതിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുമെന്ന് മനസ്സിലാകുന്നു. പല പേരുകളും പരിഗണനയിലേക്ക് വരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ നമ്മളോട് സജിതാ മഠത്തിൽ സംസാരിക്കുമ്പോഴും ചൂണ്ടിക്കാട്ടിയത് ജഗദീഷ് ഈ വിഷയങ്ങളിൽ എടുത്ത പരസ്യമായി പറഞ്ഞ നിലപാട് അത് വളരെ സ്വാഗതാർഹമായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമ്മയിൽ അത്തരം ശബ്ദങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ടാകുന്നു എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജനറൽ സെക്രട്ടറി എന്ന കാര്യങ്ങളിലേക്ക് ചിന്ത കടക്കുമ്പോൾ അങ്ങനെ ഒരു പുതിയ ഉത്തരവാദിത്വം പുതിയ ഒരാളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ആരൊക്കെ പരിഗണിക്കപ്പെടുന്നു എന്നതും നമ്മൾ നോക്കിക്കാണേണ്ടുന്ന കാര്യമാണ്. ആരാണ് ആ പദവിയിലേക്ക് വീണ്ടും എത്തുന്നത്? കാരണം ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത, അഭിപ്രായ വ്യത്യാസം, ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലെ ഭിന്നത വളരെ രൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.